നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അച്ഛൻ ഒരാളിനെയും കൊല്ലാനുള്ള മനക്കരുത്തില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മോള് പറയേ, എന്റെ അച്ഛൻ ജയരാമൻ മോളുടെ അമ്മയെ കൊല്ലുമെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ മോൾ അങ്ങനെ വിശ്വസിക്കാത്തത്? ചേട്ടാ, അച്ഛാ, അന്നേരം എന്റെ മകളാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ചതിയാണ്, ചതി. ഞങ്ങൾക്കറിയാം ചേട്ടാ. ഞാനും നമ്മുടെ മോളും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. അച്ഛനൊന്നും കൊണ്ടും പേടിക്കണ്ട. ഒരു കോടതിയും അച്ഛനെ ശിക്ഷിക്കാൻ പോകുന്നില്ല. അച്ഛനെ എത്രയും വേഗം പുറത്തിറക്കാനുള്ള ശ്രമത്തിലാ ഞങ്ങള്. മോളെ, എന്റെ അച്ഛൻ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നത് നിനക്ക് വീണ്ടും കാണേണ്ടി വന്നു അല്ലേ? അച്ഛൻ ഇങ്ങനെ തളരാതെ. അച്ഛൻ ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. ആരൊക്കെ സംശയത്തിന്റെ കണ്ണിൽ നോക്കിയാലും ഞങ്ങള് രണ്ടുപേർക്കും അറിയാലോ അച്ഛൻ നിരപരാധിയാണെന്ന്. സ്വന്തം മകളും ഭാര്യയോ പറയുന്നത്. ജേട്ടന് ഞങ്ങൾ പുറത്തിറക്കിയിരിക്കും. മറഞ്ഞിരുന്ന് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നവരെയും ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും. എനിക്കറിയാം അവളാണ് ഇതിന് പിന്നിലെന്ന്. ആ ഇന്ദ്രജ. നന്ദിനി, നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനും മടിക്കില്ല അവള്. നിങ്ങൾ എന്നെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണെന്ന് അവളിപ്പോഴേ അറിഞ്ഞു കാണും. അവര് വരട്ടച്ച. എന്തിനെ നേരിടാനുള്ള ധൈര്യം ഇപ്പോ എനിക്കും എന്റെ അമ്മയ്ക്കും ഉണ്ട്. കാരണം ഞങ്ങളുടെ മുൻപില് ഇന്നൊരു ലക്ഷ്യമേ ഉള്ളൂ: നിരപരാധിയായ അച്ഛനെ പുറത്തിറക്കാന്നുള്ളത്. ജേട്ടനൊന്നും കൊണ്ടും പേടിക്കണ്ട. എല്ലാം സമാധാനപരമായി തന്നെ അവസാനിക്കും. അച്ഛൻ ഞങ്ങൾക്ക് അപകടം വരുമെന്ന് ഓർത്ത് പേടിക്കണ്ട. ഞങ്ങള് വ്യക്തമായൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അമ്മേ, നമുക്കധികം സമയമില്ല. എന്തെങ്കിലും തെളിവുകള് അച്ഛന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അതും നശിപ്പിച്ച് കളയാനുള്ള ശ്രമത്തിലായിരിക്കും അവര്. ഇറങ്ങട്ടെ ചേട്ടാ. ഇതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ACP സാറിന്റെ വൈഫ് ആയതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.
കരയണ്ട. ചേച്ചി ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത്. മോളുടെ അമ്മ ഇല്ലാണ്ടായി. അതിന്റെ പേരിൽ എന്റെ അച്ഛൻ ജയിലിൽ കിടക്കുക. അമ്മുവിന്റെ അമ്മയെ കൊന്നതിന്റെ പേരിലല്ലേ മീനാക്ഷിയുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്നേ? എന്റെ അച്ഛൻ ഒരാളിനെയും കൊല്ലാനുള്ള മനക്കരുത്തില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മോള് പറയേ, എന്റെ അച്ഛൻ ജയരാമൻ മോളുടെ അമ്മയെ കൊല്ലുമെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ മോൾ അങ്ങനെ വിശ്വസിക്കാത്തത്? ആ അങ്കിള് നല്ലയാളാ. എനിക്ക് പഠിക്കാനുള്ള ഫീസൊക്കെ തരുന്നത് ആ അങ്കിളാ. മോള് പറയേ, എല്ലാം തുറന്നു പറയണം. മോളിന്ന് സ്കൂളിൽ നിന്ന് വരാൻ താമസിച്ചത് എന്താ? പറ. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് മായ ചേച്ചി എന്റെ അച്ഛൻ കൊല്ലുന്നത് മന്ദാകിനി ചേച്ചി കണ്ടോ? ഞാൻ കണ്ടില്ല. പിന്നെന്തിനാ കൊന്നത് എന്റെ അച്ഛനാണെന്ന് പറഞ്ഞു നടക്കുന്നത്? അന്ന് മായ മരിച്ചതിന് ശേഷം ഞാൻ അക്കാര്യം മീനാക്ഷിയോട് പറഞ്ഞല്ലോ. ഉവ്. പിന്നെ ടിവിയിൽ ന്യൂസ് വന്നു മായയെ കൊന്നത് ജയറാമാണെന്ന്. അല്ലാതെ മായമ്മ ചേച്ചി കൊന്ന ശേഷം എന്റെ അച്ഛൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നൊന്നും ചേച്ചി കണ്ടിട്ടില്ലല്ലോ? ഇല്ല. മായ അവിടെ കൊണ്ടുവിട്ടത് ജയറാം സാറാണെന്ന് പനക്കിലെ പാർവതി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.